കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ പ്രോഗ്രാമിൽ നമുക്ക് അല്പസമയം ദൈവവചനം ഒന്ന് പഠിക്കാൻ ഒരു ടൈം എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു വാക്യം എനിക്ക് തോന്നുന്നു ദൈവവചനത്തോട് അല്പമെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളവർ ധാരാളം കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യേശു പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാൻ വന്നതല്ല, മറിച്ച് നിവർത്തിപ്പാനത്രേ വന്നത്. നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ഈ വാക്യം പലപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണം കർത്താവ് നീക്കിയിട്ടില്ല. അതുകൊണ്ട് ആ പഴയ നിയമ മോശയുടെ ന്യായപ്രമാണം, അതിലെ കൽപ്പനകൾ, അതിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇന്നും പ്രാബല്യത്തിലിരിക്കുകയാണ്. യേശു നീക്കിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. വാസ്തവത്തിൽ ഇതിൻ്റെ മൂല ഭാഷയിൽ ഇത് പഠിച്ചാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആംപ്ലിഫൈഡ് ബൈബിൾ നോക്കുകയാണെങ്കിൽ അവിടെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര എന്നുള്ളിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ടു കംപ്ലീറ്റ് ആൻഡ് ഫുൾഫിൽ എന്നാണ്. അതിനെ പൂർണ്ണമാക്കുവാനും നിവർത്തിപ്പാനും എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഇതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ പൂർണ്ണമല്ലാതിരുന്ന ആ ന്യായപ്രമാണ നിയമങ്ങളെ ആ ദൈവം ഉദ്ദേശിച്ച പൂർണ്ണതയിലേക്ക് നടത്തുക. 2, അതിനകത്ത് നിവർത്തിക്കേണ്ടിയ പ്രവചനങ്ങൾ യേശുക്രിസ്തു നിവർത്തിച്ചു, തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. വീണ്ടും ഞാൻ വ്യക്തമാക്കാം, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകങ്ങളിലും 2 കാര്യം യേശു ചെയ്യുന്ന. 1, ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ മനുഷ്യരെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ധാർമ്മികതയുടെ പൂർണ്ണത ഇതിനകത്തില്ല. ഈ ന്യായപ്രമാണം കൊടുത്തത് മനുഷ്യൻ ധാർമ്മികമായി നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന പൂർണ്ണ ധാർമ്മികതയിൽ ഒരു മനുഷ്യനെ എത്തിക്കാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല, അത് അപൂർണമാണ്. അപ്പോൾ അപൂർണമായ ന്യായപ്രമാണം, പക്ഷേ അവിടെ സൂചനയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഓരോ കൽപ്പനയ്ക്കും സൂചനയുണ്ട്. അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. 2, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും ക്രിസ്തു എവിടെ വരും, ക്രിസ്തുവിൻ്റെ മിഷൻ എന്തായിരിക്കും, ക്രിസ്തു എവിടെ പിറക്കും, ക്രിസ്തു എന്ത് പേര് വിളിക്കപ്പെടും, മരണവിധം എങ്ങനെയായിരിക്കും, ഉയർപ്പ് എന്നിങ്ങനെ വേണ്ട മാനവജാതിയുടെ രക്ഷകനായി വരാൻ പോകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളുണ്ട്. അത് മുഴുവൻ നിറവേറ്റുവാൻ നിവർത്തിക്കുവാനും കൂടിയാണ് യേശു വന്നത്. നമ്മൾ ഈ വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാവും. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. പലരുടെയും ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇതാണ്, യേശുക്രിസ്തു ന്യായപ്രമാണം നീക്കാനല്ലല്ലോ വന്നത്, അപ്പം ന്യായപ്രമാണത്തിലെ പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ ഇപ്പോഴും ബാധകമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രാരംഭത്തിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഈ ഭാഗം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആംപ്ലിഫൈഡ് ബൈബിളിൽ, അല്ലെങ്കിൽ എൻ്റെ മൂല ഭാഷയിലെ അർത്ഥം ഇങ്ങനെയാണ്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര എന്നുള്ളിടത്ത് ടു കംപ്ലീറ്റ് ആൻഡ് ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ പൂർണ്ണമാക്കുവാനും അതിനെ നിവർത്തിപ്പാനും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ദൈവം മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ധാർമ്മിക നീതിയുടെ പൂർണ്ണതയിൽ അവനെ എത്തിക്കുന്നില്ല. ന്യായപ്രമാണം വീക്കാണ്.
ദൈവം ഉദ്ദേശിച്ച മനുഷ്യൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ മുഴുവൻ അവനിൽ കൊണ്ടുവരാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല. ആ ന്യായപ്രമാണത്തെ ദൈവം ഉദ്ദേശിക്കുന്ന ദിവ്യമായ ആ സമ്പൂർണ്ണ ധാർമ്മിക നീതിയിലേക്ക്, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തിയെ വളർത്തത്തക്ക ഒരു ന്യായപ്രമാണം. ഐ ഹാവ് കം ടു കംപ്ലീറ്റ് ഇറ്റ് എന്ന് യേശു പറയുകയാണ്. അതിനെ പൂർണ്ണമാക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന ആ ദിവ്യ ധാർമ്മിക നിലവാരത്തിലേക്ക് ന്യായപ്രമാണത്തെ പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നത്. മാത്രമല്ല അതിലെ പ്രവചനങ്ങൾ നിവർത്തിപ്പാൻ. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ചുള്ളതൊക്കെയും നിവർത്തിയാകണം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ ന്യായപ്രമാണത്തിൽ മോശയുടെ 5 ഗ്രന്ഥങ്ങളിലുണ്ട്. കൂടാതെ സങ്കീർത്തനങ്ങളിലുണ്ട്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സങ്കീർത്തനക്കാരൻ പറയുന്ന അത് ക്രിസ്തു ക്രൂശിൽ നിലവിളിച്ച അതേ നിലവിളിയാണ്. അപ്പോൾ അത് നിവർത്തിക്കപ്പെടുകയായിരുന്നു. മാത്രമല്ല കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പും ക്രൂശീകരണ വേളയിലും പുനരുദ്ധാനത്തിന് ശേഷവും നിവർത്തിക്കപ്പെട്ട നിരവധി പ്രവചനങ്ങളുണ്ട്. അപ്പോൾ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും ന്യായപ്രമാണത്തിലും ഉള്ള വചനങ്ങൾ നിവർത്തിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മിഷൻ അതാണ്, തന്നെക്കുറിച്ചുള്ളതൊക്കെ ഫുൾഫില്ലാക്കുക. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രധാന കാര്യം ഇതാണ്, അതിനെ കംപ്ലീറ്റ് ആക്കുക, ദൈവം ഉദ്ദേശിക്കുന്ന ധാർമ്മികതയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക. ഇത് നമുക്ക് വളരെ വ്യക്തമാവും. അതിൻ്റെ താഴോട്ടങ്ങ് വായിച്ചാൽ മതി. ഈ ഒരു വാക്യത്തിൽ കിടന്ന് നമ്മൾ നിൽക്കരുത്. ഏതൊരു വേദഭാഗം പഠിക്കുമ്പോഴും അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുകളിലും താഴെയൊക്കെ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് അതിന് പറയുന്ന സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. ഏത് വാക്യം എഴുതിയാലും അതിനൊരു പശ്ചാത്തലം കാണും. പലരും ബൈബിളിനെ വിമർശിക്കുന്നവരും ക്രൈസ്തവ വിശ്വാസത്തെ പോലും വിമർശിക്കുന്നവരൊക്കെ പണ്ട് ഒരു ദൈവത്തെയും ദൈവവചനത്തെയൊക്കെ തള്ളിപ്പറയുന്നൊരു വ്യക്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ കള്ളം പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് യഹോവയാം ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനോട് പറഞ്ഞതായിട്ടുണ്ട്. പക്ഷേ ആ ഫലം തിന്നിട്ട് ആദാം മരിച്ചില്ലല്ലോ എന്ന ഒരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ യു ഹാവ് ടു സ്റ്റഡി ദ ബൈബിൾ ത്രൂ ദ ബൈബിൾ. ഈ ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, വ്യാഖ്യാനിക്കണം. കാരണം അവിടെ പറഞ്ഞ മരണം ശാരീരിക മരണത്തെക്കുറിച്ചല്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പല സ്ഥാനത്തും എഴുതിയിട്ടുണ്ട്, ഈ ഫലം തിന്നുന്ന ആളിൽ മരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ ശരീരത്തിൽ മരിച്ചില്ലല്ലോ. എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ എഫേസ്യ ലേഖനം 2:1 പറയുകയാണ്, അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ കർത്താവ് തൻ്റെ കൂടെ ഉയർപ്പിച്ചു. ആ ഉയർപ്പ് ഉള്ളിലാണ് നടന്നേക്കുന്നത്. ഒരു വിശ്വാസി മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയോട് പറയുമ്പോൾ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ചത്തവനാകുന്നു, ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തിരിക്കുന്നു. അപ്പോൾ ആ മരണമൊന്നും ശാരീരിക മരണത്തെക്കുറിച്ചല്ല. സോ യു ഹാവ് ടു ഇൻ്റർപ്രറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഇവിടെ അതേ ന്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ന്യായപ്രമാണത്തെ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നതെന്നുള്ളത് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാവും. ഇവിടെ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളിലെയും ന്യായപ്രമാണത്തിലെ മറ്റ് ചില കൽപ്പനകളും യേശുവിടെ എടുത്ത് പറഞ്ഞിട്ട് താൻ അതിന് വിശദീകരണം കൊടുക്കുക. എങ്ങനെ ഞാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കൂ. ഓരോ കൽപ്പനകൾ കർത്താവ് പറയാം. ആദ്യമായിട്ട് അതിൻ്റെ കുറച്ച് താഴ്ത്ത് വരുമ്പോൾ, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണല്ലോ പഴയ കാലത്ത് മോശ കൊടുത്ത ന്യായപ്രമാണം. യേശു പറഞ്ഞ ആ ന്യായപ്രമാണം കംപ്ലീറ്റ് അല്ല. ദൈവം ഉദ്ദേശിക്കുന്ന കൊല്ലാതിരുന്നാൽ മാത്രം പോരാ. താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിൽ ഒരു കൊല്ലണമെന്നുള്ള ചിന്ത പോലും മനസ്സിൽ വന്നാൽ അവിടെ തുടങ്ങുന്നൊരു ധാർമ്മികതയാണ് ദൈവത്തിൻ്റെതെന്നാണ് ഇവിടെ വായിക്കുന്നത്. കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന് മോശ പറഞ്ഞതല്ല പറയാനുള്ളത്, ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് പറയുമ്പോൾ മോശയുടെ അഭിപ്രായമല്ല എൻ്റെ, അല്ലെങ്കിൽ മോശ ഒരു സൂചനയെ നൽകിയിട്ടുള്ളൂ. ഐ ആം റിയലി എക്സ്പ്ലെയിനിങ് ഇറ്റ്, ഐ ആം റിയലി ഷോയിങ് ഇറ്റ് ടു യു.
നിങ്ങളെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി കാണിക്കുന്ന ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാവും എന്ന് പറയുമ്പോൾ അതാണ് കൊലപാതകം. നമ്മുടെ തന്നെ നാട്ടിൽ തേജോവധം എന്ന് പറയാറുണ്ടല്ലോ. ഒരു മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്നതിന് ദാറ്റ്സ് എ മർഡർ. അതിനെ കൊലപാതകം എന്ന് നമ്മുടെ ഭാഷയെ തന്നെ പറയാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രമാണമാണ് ദൈവം ഉദ്ദേശിച്ചത്. മോശയുടെ പ്രമാണത്തിൻ്റെ പ്രത്യേകത, ഓൾഡ് ടെസ്റ്റമെൻറ്റിലോ ഈ യഹൂദ മതത്തിലെ നിയമങ്ങളും നമ്മളിന്നിപ്പം നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നോക്കി എന്തെല്ലാം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കൊലപാതകിക്ക് ശിക്ഷയുണ്ട്, IPC ഇത്രാം വകുപ്പ് ഒക്കെ പ്രകാരം ശിക്ഷയുണ്ട്, വേറൊരാളുടെ മോഷ്ടിച്ചാൽ ശിക്ഷയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി കേവലം ആക്ഷനിൽ ചെയ്യാതിരുന്നാൽ പോരാ, മറിച്ച് എനിക്ക് വേറൊരാളുടെ മോഷ്ടിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ എന്നിൽ മോഷ്ടാവുണ്ട്, അവിടുന്ന് എന്നെ മാറ്റുന്ന. ചുരുക്കി പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം ദാറ്റ് വാസ് ജസ്റ്റ് കൺസേണിങ് ദി ആക്ഷൻസ്. എന്നാൽ കർത്താവിൻ്റെ ന്യായപ്രമാണം കേവലം ആ പ്രവൃത്തിയിൽ വരുത്താതിരിക്കുക മാത്രമല്ല, അത് മനോഭാവത്തിൽ തന്നെ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ മാറ്റം വരുത്തുന്നതാണ്. ഇനി അതിൻ്റെ 27-ാം വാക്യം ശ്രദ്ധിക്കുക. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ചെയ്യരുതെന്നേ അവിടെ പറയുന്നുള്ളൂ. ഡോണ്ട് ആക്ട്, ഡോണ്ട് ഡു ഇറ്റ്. എന്നാൽ യേശു പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. യേശു കർത്താവ് പറയുന്ന, ഞാൻ പറയുന്ന ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ദിവ്യന്യായപ്രമാണം, അത് കേവലം പ്രവൃത്തിയിൽ മാത്രം ചെയ്യാതിരുന്നാൽ പോരാ. ദാറ്റ്സ് കൺസേണിങ് ദ ഹാർട്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ആ ഹൃദയത്തിൻ്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നതാണ് കർത്താവ്. അപ്പോൾ ഇവിടെ മനുഷ്യർക്കൊരു വാസ്തവത്തിലൊരു തോന്നൽ വന്നു പോവും. മനുഷ്യനെ കൊണ്ട് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെ യഹൂദനടക്കം ആർക്കും പാലിക്കാൻ പറ്റിയില്ല. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നായിട്ട് വായിക്കുന്നു, കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം. അപ്പോൾ അത്രയും നിയമം ഉണ്ടായിട്ട് അത് പറ്റാത്തടത്ത് ഹൃദയത്തിൽ പോലും വരരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? വലിയൊരു ചോദ്യമല്ലേ. വാസ്തവത്തിൽ യേശു വന്നത് മനുഷ്യനെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുകൂടെ നിയമം കഠിനമാക്കിയോ? ഇപ്പം നോക്കാനും കൂടെ മേല. സ്ത്രീയെ മോഹത്തോടെ നോക്കുമ്പം പാപമായി, ഹൃദയത്തിൽ വേണ്ടാത്തത് ചിന്തിച്ചപ്പം പാപമായി. മോശയുടെ ന്യായപ്രമാണം തന്നെ അനുസരിക്കാൻ മേലാത്തവർക്ക് ഇത്രയും വലിയൊരു പ്രമാണം എടുത്ത് തലയെ വെച്ച് കൊടുത്തെന്നു. ആ ചോദ്യചിഹ്നത്തിൻ്റെ മറുപടി ആയിരിക്കും ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഒടുവിൽ പറയുന്നത്. യേശു ഒരു പ്രമാണം കൊടുക്കുക മാത്രമല്ല, ആ പ്രമാണം അനുഷ്ഠിക്കാൻ ഹൃദയങ്ങളെ മാറ്റി അതിനുള്ള ശക്തിയായ പരിശുദ്ധാത്മാവിനെ കൂടെ കൊടുത്ത് ഇതൊന്നും കിടന്ന് പ്രവർത്തിക്കാൻ വേണ്ടി യത്നിക്കുകയല്ല, മറിച്ച് അതിനെ യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രമാണം തന്നേച്ച് പോയാൽ മതിയായിരുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ഹെൽപ്പർ വരത്തില്ല. നിങ്ങൾക്ക് സ്വയമായിട്ടിത് ചെയ്യാനൊക്കത്തില്ല. ഞാൻ പോയി പിതാവിനോട് പരിശുദ്ധാത്മാവെന്ന ഹെൽപ്പറിനെ, സഹായകനെ മേടിക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മോശ പറഞ്ഞ് നിങ്ങൾ നടക്കുന്ന. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകനും വന്നിട്ട്, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്ക്, യു ഡു ഇറ്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾക്ക് നന്നാകാനൊക്കത്തില്ല, നിങ്ങൾ എത്ര നോക്കിയാലും സ്വഭാവം മാറ്റാനൊക്കത്തില്ല. നിങ്ങൾ എന്നിലൊന്ന് വസിച്ച്, യു ജസ്റ്റ് റിസീവ് മീ, നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നെ ഒന്ന് സ്വീകരിച്ച്, ഞാൻ നിങ്ങളിൽ വരും, എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. അപ്പോൾ നിങ്ങൾ തന്നെ മാറും. എന്നിട്ട് യേശു പറയാം, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഒരാൾ യു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ്, വെൻ ഐ കം ടു യു, യു വിൽ ഡു ഇറ്റ്. നിങ്ങൾക്കതൊരു പ്രയാസമേ ആയിരിക്കത്തില്ല. അതാ യേശു പറഞ്ഞത്, എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കാരണം ഭാരമുള്ളവയല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. എത്ര ഭാരമായതല്ലേ, നോക്കാൻ പറ്റത്തില്ല, മനസ്സിൽ അഴുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ഭാരമുള്ളവയല്ലേ, ഭാരമുള്ളവയാണ്. പക്ഷേ ആ ഭാരം നിങ്ങൾക്കായിരിക്കത്തില്ല. ഒരു 25 കിലോ ഒരു കല്ല് നിങ്ങൾക്കോ ഞാനോ ഇവിടെ തറയെ വെച്ചിട്ടൊന്ന് പൊക്കി നോക്കി, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പക്ഷേ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒന്ന് പൊക്കി നോക്കി, ഒരു ഭാരവുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിൽ നിങ്ങളാവും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങ് ചുറ്റും. ദൈവം നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളങ്ങനെ ആവും. ഞാൻ കണ്ടിട്ടുള്ളൊരു വലിയ കാര്യം, ഒരാൾ കൺവെൻഷൻ വരുമ്പോൾ, വചനം കേൾക്കാൻ വരുമ്പോൾ ഈ ബൈബിളെല്ലാം പഠിച്ച് നന്നാവുമൊന്നും വേണ്ട. അറിയാതെ തന്നെ അവർക്ക് രൂപാന്തരം വരും. മദ്യപാനത്തിന് അടിമകളായിരുന്ന, ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്ന, ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്ക് പിടിച്ച് പിണങ്ങിയിരുന്ന ചിലർ സുവിശേഷം കേട്ടതേ ഉള്ളൂ. യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറഞ്ഞ നിമിഷം, അടുത്ത നിമിഷത്തിൽ അവർ പൊട്ടിക്കരഞ്ഞ് ഞാൻ തെറ്റിപ്പോയേ എന്ന് പറഞ്ഞ്, ഞാൻ പലരെ കണ്ടിട്ടുണ്ട്. പിണങ്ങിയിരുന്ന ഭാര്യയുടെ അടുക്കൽ ചെന്ന്, ഇനി ഇങ്ങനൊരു ജീവിതമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കും, കടോര ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം. 1984 ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്ന സമയം, ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനങ്ങ് സമ്പൂർണ്ണനായെന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. ഇന്നും എന്നിൽ രൂപാന്തരം നടന്നുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്കൊരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത, ഞാൻ പുകവലിക്കുമായിരുന്നു. അല്പം ഈ മയക്കുമരുന്നിൻ്റെ ലൈനിലോട്ടും, കൂടാതെ മദ്യപിക്കുമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പുകവലി നിർത്താൻ കഴിയാത്തൊരു ഹാബിറ്റായിരുന്നു. കൂടാതെ വായെടുത്താൽ പലപ്പോഴും വരുന്നത് അഴുക്കു വാക്കുകളായിരുന്നു. അതുപോലെ ഒരു പ്രത്യാശയുടെ വാക്കും വായിന്ന് വരത്തില്ല. നിരാശയുടെയും ഭയത്തിൻ്റെയും നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ വരത്തുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ ഒരു അത്ഭുതം തോന്നിയത്, എന്നോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞ ദൈവദാസൻ എന്നോട് പറഞ്ഞു, തോമസ് ഊട്ടി ഒന്ന് കർത്താവിന് വേണ്ടി ഹൃദയം ഒന്ന് വിട്ടുകൊടുത്ത്. അന്ന് എൻ്റെ വീട് വലിയ പ്രശ്നത്തിലാണ്. വാസ്തവത്തിൽ ഞാൻ നന്നാകാനോ സ്വർഗത്തിൽ പോകാനോ ഒന്നും കർത്താവിൻ്റെ അടുക്ക വന്നതല്ല. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറണം. സമാധാനമില്ല, വീട്ടിലോട്ട് വന്ന് ഒരു സ്വസ്ഥതയില്ല. ഹൃദയത്തിനൊരു സമാധാനം കിട്ടിയാൽ മാത്രം മതി എന്നും കൊണ്ട് അന്ന് രാത്രി, യേശുവേ നീ വാസ്തവത്തിൽ ജീവനോടെ ഉണ്ടെങ്കിൽ, ഞാൻ കൊച്ചിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്ക്, സൺഡേ സ്കൂളിൽ ഫസ്റ്റായിരുന്നു, ബൈബിളൊക്കെ നന്നായിട്ട് അറിയാം, സ്കൂളിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിനെ വളരെ അടുത്തെന്ന പോലെ അറിഞ്ഞു. പക്ഷേ കോളേജിൽ പോയപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു ബൈബിൾ വന്നപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ കോളേജിൽ കൊണ്ടുവന്ന മഹാനാണക്കേടാണ്. വാസ്തവത്തിൽ അന്ന് ഞാൻ കർത്താവിനെ വിട്ടതാണ്. പിന്നെ കാലങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ വീട്ടിൽ 100 പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചുമ്മാതായിരിക്കും, ഇങ്ങനെ യേശു ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെ ആരോ നല്ല ബുദ്ധിയുള്ളവർ എഴുതിയ കഥകളായിരിക്കും, ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ ചിലർക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങളെന്താ, നമ്മളെക്കായി കുഴപ്പത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ വിചാരം ഞാൻ കുറച്ച് ഡീസൻ്റ് ആയിരുന്നാണ്, എനിക്കെന്താ ഈ പ്രശ്നങ്ങൾ, അല്ലെ എൻ്റെ വീട്ടുകാർക്ക് എന്താ ഈ പ്രശ്നങ്ങൾ, ഇന്നസെൻ്റായിട്ടുള്ള എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്താ പ്രശ്നങ്ങൾ, ദൈവം ഇല്ലായിരിക്കും. എന്നാൽ ദൈവം ഇല്ല എന്നൊരു കൺക്ലൂഷൻ ഞാൻ എത്തിയിരുന്നില്ല. പക്ഷേ അന്ന് യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച രാത്രിയിൽ ആ ദൈവദാസൻ പറഞ്ഞ, കർത്താവേ അങ്ങേ എനിക്ക് അറിയണം, അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ കർത്താവിൻ്റെ കരം അനുഭവിച്ചു. കർത്താവ് എന്നെ ആലിംഗനം ചെയ്യുന്ന അനുഭവം എനിക്കുണ്ടായി. ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് എൻ്റെ ഹൃദയത്തിലൊരു വലിയ സമാധാനമുണ്ടായി. അതിലുപരി എൻ്റെ സ്വഭാവത്തിൽ എനിക്കുണ്ടായത്, പിറ്റേന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് മദ്യപിക്കാനും പുകവലിക്കാനും ഒക്കെ പറ്റാത്തൊരവസ്ഥ. ഞാൻ വിട്ടതല്ല, എനിക്കതിന്മേലുള്ള ഒരു ജയം ലഭിക്കുന്നു. അതുമല്ല, മറ്റൊരു കാര്യം, എൻ്റെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആ നിരാശ വാക്കുകൾ, അഴുക്കു വാക്കുകൾ, മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന വാക്കുകൾ, അത് നാവിൽ നിന്ന് വരാനേ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇതിനകത്തെ ഓരോ ബൈബിളിലെ കൽപ്പനകളും അറിഞ്ഞാൽ ഇനി ഞാൻ അങ്ങനെ ആകത്തില്ല, ഇനി ഞാൻ നുണ പറയത്തില്ല, ഇനി ഞാൻ അഴുക്കുവാക്ക് പറയത്തില്ലെന്ന് പറയാം. അതാണ് ദ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വരിക. അതിലേക്ക് ഞാൻ വരുന്നത്. വാസ്തവത്തിൽ കർത്താവ് തൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഈ മത്തായി സുവിശേഷം ഈ അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞെങ്കിലും ആ സ്റ്റാൻഡേർഡിൽ ആർക്കും എത്താനൊക്കത്തില്ല. ആ സ്റ്റാൻഡേർഡിൽ എത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇതിനകത്ത് പറയുന്ന ദിവ്യ സ്റ്റാൻഡേർഡിലേക്ക് ഒരു വ്യക്തിയിൽ ക്രിസ്തു വരുമ്പോൾ അയാളുടെ ഹൃദയത്തിന് മാറ്റം വരിക. അതെ, ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ്. ആ ധാർമ്മികത, ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലുള്ള മൊറാലിറ്റി, ആ ന്യായപ്രമാണം, ദൈവിക ന്യായപ്രമാണം, തികഞ്ഞ ന്യായപ്രമാണം. യാക്കോബ് പറയുമ്പോൾ രാജകീയ ന്യായപ്രമാണം, ദ റോയൽ ലോ,
അത് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്ത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ന്യായപ്രമാണം. ഞാനോ നിങ്ങളോട് പറയുന്ന അശേഷം സത്യം ചെയ്യരുത്. താഴോട്ട് പറയാം, നിങ്ങൾ ഞാൻ ദൈവത്തിനാണ്, ഞാനത് ചെയ്തിട്ടില്ല, അങ്ങനെ പറയണ്ട. നിങ്ങൾ അങ്ങനത്തെ സത്യം ചെയ്യണ്ട, ആണയിടണ്ട. നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും മതി. നിങ്ങൾ ഞാൻ ശരിയായിട്ട് സത്യമാണ് പറയുമെന്ന് പറയുമ്പോൾ അതെന്നാ സത്യമാണ്? ആ സത്യത്തിന് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടല്ലോ ശരിയായ സത്യം എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ധാർമ്മികതയിൽ ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ, അത് നിങ്ങളുടെ വാക്ക് അങ്ങനെ ആയിരിക്കട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ ഇനിയും ന്യായപ്രമാണത്തിലെ വേറൊന്നാണ്, കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചുവട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഇവിടെ മോശയുടെ നിയമം അനുസരിച്ച് അതൊരു ലോ ആൻഡ് ഓർഡർ നടക്കണമെങ്കിൽ ഒരാളുടെ പല്ലടിച്ചിട്ടാൽ തിരിച്ചും ചെയ്യാം, എങ്കിലേ സമൂഹത്തിൽ ഇവർ സമാധാനത്തിൽ ജീവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ എല്ലാവരെയും തകർത്ത് കളയും. അതുകൊണ്ട് വാസ്തവത്തിൽ മോശയുടെ ന്യായപ്രമാണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ആക്ഷനിൽ മാത്രമേ പ്രശ്നമുള്ളൂ. എൻ്റെ മനസ്സിൽ എന്നാ കുഴപ്പം വന്നാലും മോശയുടെ ന്യായപ്രമാണത്തിന് ആ ഭാഗത്തത് പൂർണ്ണമല്ല, അത് അപൂർണമാണ്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം കൊടുത്തത് എന്തിനാ? ഈ ലോകത്ത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാതെ സമൂഹം നിലനിൽക്കണം. ഇന്നത്തെ ലോ ആൻഡ് ഓർഡർ അല്ലാതെ എല്ലാ രാജ്യങ്ങളുടെയും നിയമം അതിന് വേണ്ടി കൊടുത്തതാണ്. സമൂഹം നിലനിൽക്കണം. ഇപ്പം ഒരാളോട് കയ്പായിട്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ നിയമത്തിലില്ല, മോശയുടെ നിയമത്തിലില്ല. പക്ഷെ ദൈവത്തിൻ്റെ ലോ ദാറ്റ് ഈസ് ഫ്രം ഹാർട്ട്. അവിടെ പറയുകയാണ്, നീ അവൻ ഒരു ചെകിട് കാണിച്ചു കൊടുക്കുക. താഴോട്ട് വരുമ്പോൾ പറയാണ്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മത്തായി 5:43 ഞാൻ വായിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്നിട്ട് അടുത്ത വാക്യം പറയുമ്പോൾ ഇത് ഒന്നുകൂടെ വ്യക്തമാകും, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. സോ ഇതാണ് സ്വർഗീയ പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി. സ്വർഗീയ പിതാവിൻ്റെ ധാർമ്മിക അവസ്ഥ ഇതാണ്. നോക്കൂ, ഈ അധ്യായം മുഴുവൻ വായിച്ചപ്പോൾ കാര്യം വ്യക്തമായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മോശയുടെ ന്യായപ്രമാണം മനുഷ്യൻ്റെ ധാർമ്മികതയാണെങ്കിൽ യേശുവിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ ധാർമ്മികതയുടെ ഭാവമാണ് വെളിപ്പെടുത്തുന്നത്. താഴോട്ട് വായിക്കുകയാണ്, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നല്ലോ. ദൈവത്തെ എതിർക്കുന്നവരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്നവരുടെ പറമ്പിലും മഴ പെയ്യുന്നുണ്ട്. ദൈവം കരുണയുള്ളവനല്ലേ? അതാണ് ദൈവത്തിൻ്റെ മൊറാലിറ്റി. ആ നിലയിലേക്ക് മാനവജാതിയുടെ ചിന്താഗതികളെ മാറ്റാനാണ് യേശു വന്നത്. കേവലം ചിന്താഗതി മാറ്റുകയല്ല, അവരിൽ അങ്ങനെ ആക്കി തീർക്കാൻ. താഴോട്ട് വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ. ഈ 5-ാം അധ്യായത്തിന് ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ അത്ര വന്നതെന്ന് തുടങ്ങുന്ന ടോപ്പിക് യേശു ഇവിടെ അവസാനിപ്പിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. ഇതേ അധ്യായത്തിൽ ഈ ഭാഗം തുടങ്ങും, വേറെടുത്ത് അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയട്ടെ. അവർ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി ന്യായപ്രമാണത്തിലെ നീതിയാണ്. മോശ പറഞ്ഞ പോലെ അവർ കല്ലെറിഞ്ഞ് കൊല്ലും, അവരാരോടും കരുണ കാണിക്കില്ല, അവർ വേണേ ചതകുപ്പ ജീരകം ഇതിലെല്ലാം അവർ ദശാംശം കൊടുക്കും. നിയമം കർക്കശമാണ്, മതപരമായ ചടങ്ങുകളൊന്നും ഇടം വലം വിടത്തില്ല. പക്ഷേ ഒരുത്തരോടും കരുണ പോലും കാണിക്കത്തുമില്ല. എന്നാലേ ഇവിടെ കർത്താവ് പറയുന്ന നീതി ദൈവത്തിൻ്റെ നീതിയാണ്. ഇവിടെ കർത്താവ് പറയുന്ന മൊറാലിറ്റി ദൈവത്തിൻ്റെ മൊറാലിറ്റിയാണ്. ദൈവം കരുണയുള്ളവനാകുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാകുവീൻ. വീണ്ടും ഞാൻ പഴയതിലേക്ക് മടങ്ങി വരട്ടെ. ആകുവീൻ എന്ന് പറഞ്ഞ് കർത്താവ് അവസാനിപ്പിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങളെക്കൊണ്ട് ചെയ്യാനൊക്കത്തില്ല. 15-ാം അധ്യായം യോഹന്നാൻ 15. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ആകാനൊക്കത്തില്ല. ഞാൻ നിങ്ങളെ അങ്ങനെ ആക്കാൻ സഹായിക്കും. ഒരു സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങൾ നടക്കുകയല്ല, വഴി നടത്തും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമമോ എൻ്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളങ്ങളിലാക്കും, പുസ്തകത്തിൽ തരുമെന്നല്ല ഉള്ളിലാക്കും.
അഥവാ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധാത്മ സഹായത്താൽ നമുക്കങ്ങനെ ആകാൻ പറ്റും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ ഒന്നാകാൻ ആഗ്രഹമുണ്ടോ? മാറണമെന്ന് ആഗ്രഹമുണ്ടോ? പുതിയൊരു വ്യക്തിയാകണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വയമായിട്ടൊക്കത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, പരിശുദ്ധാത്മാവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഇപ്പോൾ തന്നെ നിങ്ങൾ അത്ഭുതകരമായി മാറ്റപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ന്യായപ്രമാണത്തെ നീക്കാനല്ല കർത്താവെ, അതിൻ്റെ ദൈവിക ധാർമ്മികതയിലേക്ക് നീ എന്നെ കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ ആ ദിവ്യ സ്വഭാവം ഞങ്ങളുടെ ഉള്ളങ്ങളിലൂടെ പകരുന്ന കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തൊടണം കർത്താവെ. ഹൃദയത്തിന് എനിക്കൊരു മാറ്റം വേണം, എൻ്റെ സ്വഭാവം മാറണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരെയും യേശു തൊട്ടതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി നന്ദി. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങയുടെ അത്ഭുതകരം ഈ നിമിഷം നീണ്ടതിനായി സ്തോത്രം. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം നമുക്കായി കാത്തിരിക്കുന്നു. അതിൽ കാണുമ്പോഴേയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴിക്കോട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി, പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി, ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।